നമ്മുടെ കൂടെ ടി.കെ. ഗോവിന്ദൻ MLA ചേരുന്നുണ്ട്. സാർ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണല്ലോ ഇങ്ങനെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നത്. അപ്പൊ ഈ റാലി അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ, എന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരിക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം ജനങ്ങളിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അതിന് പോലീസും വ്യാപാരി വ്യവസായികളും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും ലഹരിക്കെതിരായിട്ടുള്ള ഒരു വലിയ പ്രചരണത്തിന്റെ ഭാഗമായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂടെ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവരാണ് റാലിയിൽ അണിനിരക്കുന്നത്. സോ ദിസ് ഇസ് എ ഗുഡ് മെസ്സേജ് അല്ലേ? എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു റാലി ഉൾപ്പെടെ നടത്തുന്നുണ്ടാവുക അല്ലേ? അതെ, ഈ മെസ്സേജ് ലഹരിയുടെ നോ പറയുക, ജീവൻ തോട് യെസ് പറയുക. പിന്നെ ഇത് ഓപ്പറേഷൻ തുഫാൻ സർക്കാരിൽ ബന്ധപ്പെട്ട പ്രോഗ്രാമാണ്. ഇപ്പോൾ ഇത് കൊളാബറേറ്റീവ് എഫേർട്ടാണ്. പോലീസ് മാത്രമല്ല, ഇത് എല്ലാവർക്കും എല്ലാ സൊസൈറ്റിയിൽ പിന്നെ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, എക്സൈസ്, സോഷ്യൽ ജസ്റ്റിസ്, ഹെൽത്ത് എല്ലാവർക്കും കൊളാബറേറ്റീവ് എഫേർട്ടാണ്. ഇതിൽ ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ഇന്നത്തെ 70 ഇന്റർനാഷണൽ ആന്റി ഡ്രഗ്സ് ഡേയിൽ ഇപ്പോൾ നടപടി എടുക്കുന്നത്. അതൊരു ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്നൊക്കെ പോകുന്നത്, മറ്റ് പരിശോധന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നോട്ട് ഓൺലി ലോ എൻഫോഴ്സ്മെന്റ്, പിന്നെ അവയർനെസ് ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ ഇപ്പോൾ അവയർനെസ് ക്ലാസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഇൻ ഫ്യൂച്ചർ ഓൾസോ വി ആർ ഹാവിംഗ് അവയർനെസ് ക്ലാസ്സസ്. പിന്നെ ഇന്റലിജൻസ് കളക്ഷൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് ഓപ്പറേഷൻ എല്ലാം അങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്തു. വിൽ ഡു ഇൻ ഫ്യൂച്ചർ. നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ എങ്ങനെയാണ് നഗരസഭയിലെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഓപ്പറേഷൻ? ഇത് ചരിത്രപരമായൊരു ദൗത്യ നിർവഹണമാണ്. വലിയൊരു വിപ്ലവമാണ് ഇത് നടന്നുകൊടുക്കുന്നത്. നാട് ഒന്നടങ്കം നമ്മുടെ ആഭ്യന്തര സേനകൾക്ക് പിന്തുണ കൊടുക്കണം. തളിപ്പറമ്പ് നഗരസഭ അത് വലിയൊരു പ്രോജക്ട്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നഗരസേന എന്ന് പറഞ്ഞിട്ട് ഒരു സേന തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഇതിനും കൂടെ അത് പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഒന്നാകെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇത് നിലക്ക് നിർത്തിയില്ലെങ്കിൽ കേരളം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കള്, നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങി നമ്മുടെ സേനകൾക്കെല്ലാം പിന്തുണയും കൊടുത്ത് സാക്ഷി രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രയാസമുള്ളത്. അത് ജനങ്ങൾ ഏറ്റെടുക്കണം. ഇവരിങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സാക്ഷി രേഖപ്പെടുത്തി കൊടുക്കുവാനും അത് വന്ന് കോടതിയിൽ പറയാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ പോലീസിന് വീരം നിലനിർത്താൻ കഴിയൂ. അതുകൊണ്ട് പോലീസിനൊക്കെ എല്ലാം പിന്തുണ കൊടുക്കും. നഗരസഭ നേരിട്ടിറങ്ങും, എല്ലാം പിന്തുണ കൊടുക്കും. പോലീസ്, വ്യാപാരി നേതാക്കൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സർ, എങ്ങനെയാണ് വ്യാപാരി വ്യവസായി നമ്മുടെ എല്ലാവരും ചേർന്നുകൊണ്ട് നിങ്ങൾ റാലി നടത്തുന്നത്? തീർച്ചയായിട്ടും നാടിന് എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പോലീസുകാരോ എക്സൈസുകാരോ മാത്രം ഉണ്ടായാൽ പോരാ. നമ്മുടെ പൊതുജനങ്ങളടക്കം തൊഴിലാളികളും വ്യാപാരികളും ക്ലബ്ബുകാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ ആളുകളും ഒത്തുപിടിച്ചാൽ മാത്രമേ ഇത് മാറ്റം വരാൻ പറ്റുള്ളൂ. ലഹരി നമുക്ക് വേണ്ട. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ എല്ലാവിധ സഹകരണവും ഇനിയും അങ്ങോട്ടുണ്ടാവും. ഇത് ഇന്നോടെ തീരുന്നില്ല, ഇതൊരു തുടക്കം മാത്രം. തളിപ്പറമ്പിൽ വിവിധ സംഘടനകളും അതുപോലെ തന്നെ പോലീസ്, വിവിധ എക്സൈസ് തുടങ്ങിയ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള റാലിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്.